ഹലോ എവറി വൺ, വെൽക്കം ടു നാഫി ദി എഡ്യൂക്കേറ്റർ. ഇറ്റ്സ് മീ നാഫി. നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പാസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് പുതുതായിട്ട് എത്തിയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ആ മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരാൾക്കൊക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ അയക്കുന്നതിന് മുന്നേ നിങ്ങൾ 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ് കിട്ടിയത്? ഇനി ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് തരും എന്നുള്ള കാര്യമാണ് നിങ്ങൾ അറിയിച്ചത്. ഈ കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ 8ാം ക്ലാസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ 9ാം ക്ലാസ്സിൽ ഒരുപാട് മാറ്റമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, നിങ്ങൾക്ക് 3 വിഷയങ്ങൾ 80 മാർക്കിനാവുമ്പോഴാണ്. ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സയൻസ്. ഈ 3 വിഷയങ്ങൾ നിങ്ങൾക്ക് 80 മാർക്കിലേക്ക് മാറാണ്. അപ്പോൾ ഇത്രയും കാലം ഈ വിഷയങ്ങൾ നിങ്ങൾ 40 മാർക്കിനൊക്കെയാണ് എഴുതിയിരുന്നെങ്കിൽ ഇനി അത് എന്തിലേക്ക് മാറാണ്? 80 മാർക്കിലേക്ക് മാറാണ്. നിങ്ങൾ 8ാം ക്ലാസ്സിലുള്ള പോലെ തന്നെ 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് വേണം? മിനിമം മാർക്ക് മസ്റ്റ് ആട്ടോ. നിങ്ങൾക്ക് എക്സാമിന് പാസ്സാവണമെങ്കിൽ 80-ലാണെങ്കിൽ 24 മാർക്കും 40-ലാണെങ്കിൽ 12 മാർക്കും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതിയെടുക്കണം. നിങ്ങൾ മിനിമം മാർക്ക് എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾ 9ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുള്ളൂ? പാസ്സാവുകയുള്ളൂ. അത് ഏത് എക്സാം, എല്ലാ എക്സാമിനും നിങ്ങൾ പാസ്സാവണമെങ്കിൽ മിനിമം മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ബേസിക് സയൻസ് എന്ന പേരിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കഴിഞ്ഞാലും പഠിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ എക്സാം ഒറ്റൊരു ദിവസമായിരുന്നില്ല, ഒരേ സമയത്ത് ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് മാറ്റിയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും, ശ്രദ്ധിക്കണേ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എന്ത് ചെയ്യാണ്? 40 മാർക്കിന് എക്സാം നടത്തും. ഫിസിക്സ് 40 മാർക്കിന് ഉണ്ടാവും, കെമിസ്ട്രി 40 മാർക്കിന് ഉണ്ടാവും, ബയോളജി 40 മാർക്കിന് ഉണ്ടാവും. ഈ 3 വിഷയങ്ങളും 40 മാർക്കിൻ്റെ ഇൻഡിപെൻഡൻറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറുകയാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഈ വിഷയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മിനിമം മാർക്ക് നേടിയെടുക്കണം കേട്ടോ. അപ്പോൾ 80 മാർക്കിൻ്റെ വിഷയങ്ങൾ 3 ഉണ്ട്. ബാക്കി വിഷയങ്ങളൊക്കെ എന്താണ്? 40 മാർക്കിനാണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ സോഷ്യൽ സയൻസിൽ മറ്റൊരു മാറ്റം കൂടിയുണ്ട്. സോഷ്യൽ സയൻസിൽ ഇനി മുതൽ 2 ടെക്സ്റ്റ് ബുക്കാണ്. സോഷ്യൽ സയൻസ് 1 ഉണ്ട്, സോഷ്യൽ സയൻസ് 2 ഉണ്ട്. സോഷ്യൽ സയൻസ് 1 നമ്മൾ കോമൺ ആയിട്ട് ഹിസ്റ്ററി എന്ന് വിളിക്കും. സോഷ്യൽ സയൻസ് 2 ഉണ്ട്, അത് നമ്മൾ കോമൺ ആയിട്ട് ജോഗ്രഫി എന്നും വിളിക്കും കേട്ടോ. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ നാഫി ദി എഡ്യൂക്കേറ്റർ എന്നുള്ള എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക്, ഇപ്പോൾ 8ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായി 9ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ലിങ്ക് മാക്സിമം അയച്ചു കൊടുക്കുക. ഈ കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. 9ാം ക്ലാസ്സിലെ ഈ മാറ്റങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് എന്തുണ്ടാവും, നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എത്ര മാർക്കിന് ചോദിച്ചാലും എത്ര പുതിയ നിയമം കൊണ്ടോ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ തുടക്കം മുതലേ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.